എല്ലാവർക്കും സെന്റർ ഫോർ സയൻസിലെ കെമിസ്ട്രി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഈ സെക്കൻഡ് ഇയറിലെ കെമിസ്ട്രി സെക്കൻഡ് ചാപ്റ്ററായ സൊല്യൂഷൻ, അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കാൻ തുടങ്ങിയത്. സൊല്യൂഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, അതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ബാക്കി പോർഷൻസ് ആണ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കെമിസ്ട്രി പ്രീവിയസ് ക്ലാസ്സിൽ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്, സെക്കൻഡ് ചാപ്റ്റർ സൊല്യൂഷൻ. അപ്പോൾ അതിൽ നമ്മൾ സൊല്യൂഷൻ, അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് പറഞ്ഞു, സൊല്യൂഷൻ്റെ ഡിഫറെൻ്റ് ടൈപ്സിലുള്ള ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, പിന്നെ ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ, ഇപ്പോൾ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള ഡിഫറൻറ്റ് മെത്തേഡുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അതായത് എന്തായിരുന്നു? മാസ് പേഴ്സൻറ്റേജ്, വോളിയം പേഴ്സൻറ്റേജ്, മോൾ ഫ്രാക്ഷൻ, മൊളാരിറ്റി എന്നിങ്ങനെ ഡിഫറെൻ്റ് ടേംസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് സോലുബിലിറ്റി എന്ന് പറയുന്ന ഒരു ടേമിനെ കുറിച്ച് പഠിച്ചു. ഒരു ഗിവൺ എമൗണ്ട് സോൾവെന്റ് എടുത്താൽ അതിൽ ഡിസോൾവ് ചെയ്യുന്ന സൊല്യൂട്ടിന്റെ എമൗണ്ട്, ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ എ ഗിവൺ എമൗണ്ട് ഓഫ് സോൾവെന്റ്. അപ്പൊ അതിനെയാണ് നമ്മൾ സോലുബിലിറ്റി എന്ന് പറഞ്ഞത്. അപ്പോ ആ സോലുബിലിറ്റി, അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ച് പഠിച്ചു. ഒരു സൊല്യൂട്ടിന്റെ സോലുബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് സൊല്യൂട്ട്, നേച്ചർ ഓഫ് സോൾവെന്റ്, ടെമ്പറേച്ചർ, പ്രഷർ എന്നിങ്ങനെ വേരിയസ് ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പഠിച്ചു. അതിൽ ഒരു സൊല്യൂട്ടിന്റെ, ഒരു സോളിഡ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അതിന്റെ സോലുബിലിറ്റിയെ ടെമ്പറേച്ചറും പ്രഷറും എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു. അതായത് ഇഫ് എ സോളിഡ് dissolved in a liquid, if the dissolution is endothermic, when the temperature increases, the solubility also increases. If the dissolution is exothermic, the solubility decreases with increase in temperature. അതുപോലെ pressure has no effect in the solubility of solid in liquid because solid and liquids are ഇൻകംപ്രസിബിൾ എന്ന് പറയുന്നു. അപ്പൊ ഈ ഒരു പോർഷൻ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടം വരെയാണ് പഠിച്ചത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഒരു പ്രധാന പാർട്ടാണ്, ദ സോലുബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ്. ദ സോലുബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ എ ലിക്വിഡ്. ഇപ്പോൾ ഒരു ഗ്യാസിനെ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്നു, നമുക്കറിയാം. അപ്പൊ സോഡ വാട്ടർ പ്രിപ്പയർ ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു ഗ്യാസിനെ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അതിന്റെ സോലുബിലിറ്റിയെ ടെമ്പറേച്ചറും പ്രഷറും എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, അതാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അതിൽ ഒരു ഗ്യാസിന്റെ സോലുബിലിറ്റി അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രധാന ഫാക്ടറാണ് പ്രഷർ എന്ന് പറയുന്നത്. ഒരു ഗ്യാസിനെ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അതിന്റെ സോലുബിലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന ഒരു മെയിൻ ഫാക്ടറാണ് പ്രഷർ. വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് പ്രഷർ ഇൻ ദ സോലുബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ്? സോലുബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ്. ഇപ്പോൾ ഒരു ഗ്യാസിനെ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അതിനെ പ്രഷർ എങ്ങനെ അഫക്റ്റ് ചെയ്യും? നമ്മൾ കണ്ടിട്ടുണ്ട്. When soda water bottle is opened, the gas escape with a fizz. അല്ലേ? ഈ സോഡ കുപ്പിയൊക്കെ തുറക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ സോഡ വാട്ടർ ബോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഫിസ് സൗണ്ടോട് കൂടി ഗ്യാസ് അവിടെ എസ്കേപ്പ് ചെയ്യും. വാട്ട് ഈസ് ദ റീസൺ ഫോർ ഇറ്റ്? എന്താണ് അതിന് കാരണം? ബിക്കോസ് the soft drinks and soda water, it is prepared by dissolving
കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ വാട്ടർ. നമ്മൾ ഈ സോഡ വാട്ടർ പ്രിപ്പയർ ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്തുകൊണ്ടാണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഹൈ പ്രഷർ അപ്ലൈ ചെയ്യണം. വെൻ വി യൂസ് എ ഹൈ പ്രഷർ അപ്ലൈ ചെയ്താലേ ഈ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിൽ നല്ലവണ്ണം ഡിസോൾവ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ദ സോഡ വാട്ടർ ബോട്ടിൽ ഈസ് സീൽഡ് അണ്ടർ ഹൈ പ്രഷർ. ഹൈ പ്രഷറിലാണ് സോഡ വാട്ടർ ബോട്ടിൽ നമ്മൾ അടച്ചു വെച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞു? When the pressure increases, the solubility of the carbon dioxide also increases. പ്രഷർ കൂടുന്തോറും ഒരു ഗ്യാസിന്റെ സോലുബിലിറ്റിയും കൂടും. അപ്പൊ നമ്മൾ കൂടുതൽ പ്രഷർ അപ്ലൈ ചെയ്യാമെങ്കിൽ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് സോഡ വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്യും. That is, the solubility of a gas in a liquid is directly proportional to its pressure. ഒരു ഗ്യാസിന്റെ solubility എന്ന് പറയുന്നത് it is directly proportional to its pressure. This is a law. ഇത് നമുക്കിവിടെ പഠിക്കാനുള്ള ഒരു പ്രധാന ലോയാണ്. That is called ഹെൻറീസ് ലോ എന്ന് പറയും. എന്താ പറയുന്നത്? That is ഹെൻറീസ് ലോ. ഒരു പ്രധാന ലോയാണ്. ഹെൻറീസ് ലോ പറയുന്നത് അതാണ്. എന്താണ് ഹെൻറീസ് ലോ പറയുന്നത്? At constant temperature, the solubility of a gas in a liquid is directly proportional to the pressure above the solution. ഇതാണ് ഹെൻറീസ് ലോ പറയുന്നത്. എന്താണ് പറയുന്നത്? At constant temperature, the solubility of a gas in a liquid is directly proportional to the pressure above the solution. ഒന്നുമില്ല. അപ്പൊ നമ്മൾ പ്രഷർ അങ്ങോട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒരു ഗ്യാസിന്റെ സോലുബിലിറ്റിയും എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അതേ ഉള്ളൂ. അപ്പൊ നമ്മൾ കൂടുതൽ പ്രഷർ അങ്ങോട്ട് അപ്ലൈ ചെയ്യാമെങ്കിൽ ആ സോഡ വാട്ടറിനകത്ത് കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ചെയ്യും. അതാണ് പറയുന്നത്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ സോലുബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രഷർ എബവ് ദ സൊല്യൂഷൻ. നമ്മൾ വേറെ തരത്തിൽ പറയാം. ഇത് നമ്മൾ പറഞ്ഞു പ്രഷർ ഇൻക്രീസ് ചെയ്യുന്തോറും ആ സോഡ വാട്ടറിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ സോലുബിലിറ്റി കൂടുകയാണ്. ദാറ്റ് ഈസ് മോർ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഡിസോൾവ്ഡ് ഇൻ ദ സൊല്യൂഷൻ. ഇപ്പൊ കൂടുതൽ പ്രഷർ അങ്ങോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ആ സോഡ വാട്ടറിനകത്ത് കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ ആ സോഡ വാട്ടറിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ നമ്പർ ഓഫ് മോൾസ് ഇൻക്രീസ് ചെയ്യുന്നു. കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ ആ സൊല്യൂഷനകത്ത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ നമ്പർ ഓഫ് മോൾസ് കൂടുകയാണ്. നമുക്കറിയാം, when the number of moles increases, the mole fraction also increases. അതായത് ആ സോഡ വാട്ടറിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ നമ്പർ ഓഫ് മോൾസ് കൂടുകയാണെന്ന് പറഞ്ഞാൽ ആ സൊല്യൂഷനിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോൾ ഫ്രാക്ഷനും എന്ത് ചെയ്യുകയാണ്? ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയും പറയാം. അതായത് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്തോറും, പ്രഷർ കൂട്ടും തോറും ആ സൊല്യൂഷനകത്തെ ഗ്യാസിന്റെ മോൾ ഫ്രാക്ഷനും കൂടും. കൂടുതൽ പ്രഷർ അപ്ലൈ ചെയ്യാമെങ്കിൽ ആ സോഡ വാട്ടറിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോൾ ഫ്രാക്ഷൻ കൂടും. ഇപ്പൊ നമ്പർ ഓഫ് മോൾസ് കൂടുകയാണെന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ കൂടുകയാണ്. അപ്പോൾ എന്താണ് പറയാം? The mole fraction of a gas in a solution is directly proportional to the pressure of the gas. The mole fraction of a gas in a solution is directly proportional to the partial pressure of the gas എന്ന് പറയാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇയറിൽ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ.
ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ഗ്യാസസിന്റെ മിക്സർ ഉണ്ടെങ്കിൽ അതിൽ ഓരോ ഗ്യാസും എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് എന്ത് പേര് വിളിക്കുന്നത്? പാർഷ്യൽ പ്രഷർ. ഇപ്പൊ നമ്മൾ സോഡ വാട്ടർ എടുത്താൽ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ട്, പിന്നോ സ്റ്റീമില്ലേ, വാട്ടർ വേപ്പറായിട്ട് മാറത്തില്ലേ? അപ്പൊ അവിടെ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട്, സ്റ്റീമും ഉണ്ട്. അപ്പൊ നമുക്കറിയാം ഇങ്ങനെ ഒന്നിൽ കൂടുതൽ ഗ്യാസസ് ഉണ്ടെങ്കിൽ ഓരോരുത്തരും എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് അവരുടെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോഡ വാട്ടറിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് അവിടുത്തെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷറിന് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയും നമുക്ക് ഹെൻറീസ് ലോ പറയാം. എന്താണ്? ദ മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഗ്യാസ് ഇൻ എ സൊല്യൂഷൻ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ്. ഒരു സൊല്യൂഷനിൽ ഒരു ഗ്യാസിന്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷറിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ തിരിച്ചു പറഞ്ഞാലോ, ഇപ്പൊ കൈ പ്രപ്പോർഷണൽ പി, നമുക്കറിയാം കൈ എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ, പി പ്രഷർ. കൈ പ്രപ്പോർഷണൽ പി. തിരിച്ചു പറഞ്ഞാലോ, പി പ്രപ്പോർഷണൽ കൈ. അതായത് ദ പാർഷ്യൽ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ എന്ന് പറയാം. പാർഷ്യൽ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. അതായത് ദ പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഇൻ എ സൊല്യൂഷൻ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ. The partial pressure of a gas in a solution is directly proportional to its mole fraction. ഇപ്പൊ സോഡ വാട്ടറിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് അവിടുത്തെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. പി പ്രപ്പോർഷണൽ കൈ, അല്ലെങ്കിൽ നമുക്ക് പറയാം പി ഈക്വൽ ടു കെ എച്ച് ഇൻറ്റു കൈ എന്ന് പറയാം. P is equal to KH. K suffixil capital H എന്ന് എഴുതും. P is equal to KH into chi. Here KH is called Henry's law constant എന്ന് പറയും. ഇവിടെ KH നെ വിളിക്കുന്ന പേരാണ് എന്തോന്ന് പറയുന്നത്? Henry's law constant. P is equal to KH into chi എന്ന്. അപ്പൊ if the gas is more soluble, the KH has lower value. ഇപ്പൊ P is equal to KH into chi. ഇപ്പൊ കൈയുടെ വാല്യൂ കൂടണമെങ്കിൽ KH ന്റെ വാല്യൂ എന്ത് ചെയ്യണം? കുറയണം, അല്ലേ? ഇപ്പൊ മോൾ ഫ്രാക്ഷൻ കൂടുതലായിരിക്കണമെങ്കിൽ KH എന്തായിരിക്കണം? കുറയണം. അപ്പൊ ഒരു ഗ്യാസിന് KH വാല്യൂ ലെസ് ആണെങ്കിൽ, ഒരു ഗ്യാസിന് ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് ലെസ് വാല്യൂ ആണെങ്കിൽ the gas is more soluble. ആ സൊല്യൂഷനകത്ത് ഗ്യാസിന്റെ മോൾ ഫ്രാക്ഷൻ കൂടുതലായിരിക്കും, ഗ്യാസ് നല്ല സോലുബിൾ ആയിരിക്കും. അതാണ് if a gas is more soluble, it has lower KH value. അപ്പൊ ഇതാണ് ഹെൻറീസ് ലോ എന്ന് പറയുന്ന ഒരു പ്രധാന ലോ നമുക്കിവിടെ പഠിക്കാനുള്ളത്. അല്ലെങ്കിൽ ഒരു ഗ്യാസിന്റെ സോലുബിലിറ്റിയെ പ്രഷർ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് അവിടെ കാണാം. അപ്പൊ അവിടെ ഹെൻറീസ് ലോ പറയുന്നത് എന്താണ്? നമുക്ക് പലതരത്തിൽ ഈ ലോ പറയാം, ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ എഴുതിയിരുന്നാൽ മതി. അപ്പൊ ഹെൻറീസ് ലോ പറയുന്ന അതാണ്, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ സോലുബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ പ്രഷർ ഓഫ് ദ ഗ്യാസ് എബവ് ദ സൊല്യൂഷൻ. അല്ലെങ്കിൽ എങ്ങനെ പറയാം? The mole fraction of a gas in a solution is directly proportional to the partial pressure of the gas. അതാണ് chi proportional P. Chi mole fraction, P partial pressure. The mole fraction of a gas in a solution is directly proportional to the partial pressure of the gas. അല്ലെങ്കിൽ നമുക്ക് പറയാം the partial pressure of the gas in a solution is directly proportional to its mole fraction. P proportional chi.
or P is equal to KH into chi. Here KH is called Henry's law constant. Henry's constant alla, Henry's law constant. If the gas is more soluble, the KH has lower value. അപ്പോൾ അതാണ് വാട്ട് ഈസ് ഹെൻറീസ് ലോ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ ഈ ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതെങ്കിലും ഒന്നോ രണ്ടോ ആപ്ലിക്കേഷൻ എഴുതാൻ ചോദിക്കാം. ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷൻ എഴുതാൻ ചോദിക്കാം. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ നമ്മളിപ്പം പറഞ്ഞു. എന്താണ്? ദ സോഡ വാട്ടർ ബോട്ടിൽസ് ആൻഡ് ദ സോഫ്റ്റ് ഡ്രിങ്ക്സ് ബോട്ടിൽസ് ആർ സീൽഡ് അണ്ടർ ഹൈ പ്രഷർ ഫോർ ഇൻക്രീസിംഗ് ദ സോലബിലിറ്റി ഓഫ് കാർബൺ ഡയോക്സൈഡ്. അല്ലേ? സോഡ വാട്ടർ ബോട്ടില് ഹൈ പ്രഷറിലാണ് അടച്ചു വെച്ചിരിക്കുന്നത് പറഞ്ഞു. അല്ലേ? അതുകൊണ്ടാണ് ഇത് തുറക്കുമ്പോൾ പ്രഷർ കുറയും, ആ ഗ്യാസ് പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യും. അതാണ് നമുക്ക് ആ ഫിസ് സൗണ്ടോട് കൂടി ആ സോഫ്റ്റ് ഡ്രിങ്ക്സ് ബോട്ടിലൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഫിസ് സൗണ്ട് കേൾക്കുന്നത് അങ്ങനെയാണ്. അവിടെ ഹൈ പ്രഷറിലാണ് ബോട്ടിൽ അടച്ചു വെച്ചിരിക്കുന്നത്. എന്തിനാണ്? കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ചെയ്യാൻ. തുറക്കുമ്പോൾ പ്രഷർ കുറയും, അപ്പം പെട്ടെന്ന് ഗ്യാസ് എസ്കേപ്പ് ചെയ്യും. അപ്പൊ അവിടെ അതാണ് ഹെൻറീസ് ലോയുടെ ഒരു ആപ്ലിക്കേഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാവുന്ന ഇതാണ്. എന്തെഴുതും? ദ സോഫ്റ്റ് ഡ്രിങ്ക്സ് ബോട്ടിൽസ് അല്ലെങ്കിൽ ദ സോഡ വാട്ടർ ബോട്ടിൽസ് ആർ സീൽഡ് അണ്ടർ ഹൈ പ്രഷർ ഫോർ ഇൻക്രീസിംഗ് ദ സോലബിലിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. സെക്കൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ദ ബയോളജിക്കൽ കണ്ടീഷൻ ഓഫ് സ്കൂബ ഡൈവേഴ്സ്. ഇപ്പൊ സ്കൂബ ഡൈവിംഗ് ഉണ്ട്. സ്കൂബ ഡൈവിംഗ് എന്ന് കേട്ടിട്ടില്ലേ? സ്കൂബി ഡൈ ഒന്നുമല്ല, സ്കൂബ ഡൈവിംഗ്. അതായത് ഈ ആഴക്കടലിൽ മുങ്ങിത്തപ്പുന്നവർ, ഈ ആഴക്കടലിലേക്ക് മുങ്ങിത്തപ്പുന്നവർ കണ്ടിട്ടുള്ളൂ, സ്കൂബ ഡൈവേഴ്സ് എന്ന് പറയും. അപ്പൊ ഈ സ്കൂബ ഡൈവേഴ്സ് ഇവര് വെള്ളത്തിലോട്ട് പോകുമ്പോൾ എന്തോ കൊണ്ടുപോകും? എയർ കൊണ്ടുപോകും. അല്ലേ? അപ്പൊ ഓക്സിജൻ, വെള്ളത്തിനടിയിൽ പോയി ശ്വസിക്കാൻ എന്ത് വേണം? ഓക്സിജൻ. ഇവര് ഓക്സിജൻ സിലിണ്ടർ കൊണ്ടുപോകും. ഓക്സിജൻ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഓക്സിജൻ മാത്രമല്ല, എയർ സിലിണ്ടർ ആണ് കൊണ്ടുപോകുന്നത്. എയർ എന്ന് പറഞ്ഞാൽ ആരൊക്കെയുണ്ട്? മെയിനായിട്ട് നൈട്രജനുമുണ്ട്, ഓക്സിജൻ. അപ്പൊ ഈ എയർ സിലിണ്ടർ ആണ് ഈ സ്കൂബ ഡൈവേഴ്സ് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇങ്ങനെ സ്കൂബ ഡൈവേഴ്സ് അവരുടെ കൂടെ എയർ സിലിണ്ടറും കൂടെ കൊണ്ടുപോകും. When they breathe under the water, ഇവർ വെള്ളത്തിനടിയിൽ ചെല്ലുമ്പോൾ, അടിയിലേക്ക് പോകുന്തോറും പ്രഷർ എന്ത് ചെയ്യുന്നു പഠിച്ചിട്ടുണ്ട്? increases. When they are breathed under the water, the pressure increases and the more gases get dissolved in their blood. അവരുടെ ബ്ലഡിനകത്ത് ഈ നൈട്രജനും ഓക്സിജനും കൂടുതലായിട്ട് ഡിസോൾവ് ചെയ്യും. ഹെൻറീസ് ലോ അതല്ലേ പറയുന്നത്. അപ്പൊ ഹെൻറീസ് ലോ അനുസരിച്ച് പ്രഷർ കൂടുന്തോറും ഗ്യാസിന്റെ സോലുബിലിറ്റിയും എന്ത് ചെയ്യും? കൂടും. അപ്പൊ അങ്ങനെ സ്കൂബ ഡൈവേഴ്സ് വെള്ളത്തിനടിയിലോട്ട് പോകുന്തോറും പ്രഷർ കൂടുകയാണ്. അപ്പം പ്രഷർ കൂടുന്തോറും ഈ ഓക്സിജനും നൈട്രജനും ഗ്യാസ് അവരുടെ ബ്ലഡിനകത്ത് കൂടുതലായിട്ട് ഡിസോൾവ് ചെയ്യും. When they returns to the surface, അവർ വെള്ളത്തിന്റെ അടിയിൽ താമസിക്കാൻ പോയതല്ലല്ലോ, അവര് തിരിച്ച് മുകളിലോട്ട് വരും. മുകളിലോട്ട് വരുമ്പോൾ പ്രഷർ എന്ത് ചെയ്യും? ഡിക്രീസസ്. When the pressure decreases, the nitrogen gas dissolved in the blood get released. ഈ നൈട്രജനും ഓക്സിജനും ബ്ലഡിനകത്ത് ഡിസോൾവ് ചെയ്തു. ഇപ്പോൾ ഓക്സിജൻ നമുക്ക് ആവശ്യമാണ്. നമുക്ക് റെസ്പിറേഷൻ എന്ത് വേണം? ഓക്സിജൻ വേണം, സെൽ റെസ്പിറേഷന്. എന്ത് വേണ്ട? നൈട്രജൻ വേണ്ട. നൈട്രജൻ എന്ന് പറഞ്ഞ ഇനേർട്ട് ഗ്യാസാ. നൈട്രജൻ ഗ്യാസ് ബ്ലഡിനകത്ത് അതുപോലെ കിടക്കത്തേ ഉള്ളൂ. ഓക്സിജൻ ഗ്യാസ് നമ്മൾ കൺസ്യൂം ചെയ്യും. അപ്പം മുകളിലോട്ട് വരുംതോറും എന്ത് സംഭവിക്കും? ഇല്ല, പ്രഷർ കുറയും തോറും ബ്ലഡിനകത്ത് ഡിസോൾവ് ചെയ്ത് കിടക്കുന്ന നൈട്രജൻ ഗ്യാസ് റിലീസ് ചെയ്യും. ആൻഡ് ഫോം ബബിൾസ് ഇൻ ദ ബ്ലഡ് വെസൽ. ബ്ലഡ് വെസലിനകത്ത് ഇത് ബബിൾസ് ആയിട്ട്, കുമിളകളായിട്ട് കെട്ടിക്കിടക്കും. ഇറ്റ് ഫോം ബ്ലോക്സ് ഇൻ ദ ബ്ലഡ് വെസൽ. ഇത് ബ്ലഡ് വെസലിൽ ബ്ലോക്ക് ഉണ്ടാകും. ഈ നൈട്രജൻ ഗ്യാസ് അവിടെ കെട്ടിക്കിടക്കുന്നതുകൊണ്ട് ബ്ലഡിന് പെട്ടെന്ന് ഒഴുകാൻ പറ്റുമോ? ബ്ലഡിന് പെട്ടെന്ന് ഒഴുകാൻ പറ്റത്തില്ല. അങ്ങനെ ബ്ലഡ് വെസലിൽ ഒരു ബ്ലോക്ക് ഉണ്ടാകും.
അപ്പൊ അങ്ങനെ നമ്മുടെ ബ്ലഡ് വെസൽ ബ്ലോക്ക് ഉണ്ടായാൽ നമ്മുടെ ബ്ലഡിന്റെ പാസേജ് നല്ലോണം ബോഡിയിൽ എല്ലായിടത്തും നടക്കത്തില്ല. ഇറ്റ് കോസസ് എ പെയിൻഫുൾ കണ്ടീഷൻ. പ്രധാനമായിട്ടും ഇങ്ങനെ ബ്ലഡിന്റെ രക്തഓട്ടം നടക്കാതിരുന്നാൽ അവരുടെ ജോയിൻസിനൊക്കെ ഒരു ഭയങ്കര വേദനയായിരിക്കും. ഈ കൈമുട്ടിനും കാൽമുട്ടിനും എല്ലാം ഒക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള വേദന, ഒരു പെയിൻഫുൾ കണ്ടീഷൻ അവിടെ ഉണ്ടാകും. ഈ പെയിൻഫുൾ കണ്ടീഷനെ നമ്മളൊരു പേര് വിളിക്കും. ദാറ്റ് ഈസ് കോൾഡ് ബെൻഡ് എന്നാണ് വിളിക്കുന്നത്. ദ പെയിൻഫുൾ കണ്ടീഷൻ ഈസ് കോൾഡ് ബെൻഡ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാകും. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? ഈ സ്കൂബ ഡൈവേഴ്സ് വെൻ ദേ ആർ ബ്രീത്ത് അണ്ടർ ദ വാട്ടർ, ഈ സ്കൂബ ഡൈവിംഗ് മുങ്ങിത്തപ്പൽ വിദഗ്ധരൊക്കെയും വെള്ളത്തിനടിയിലോട്ട് പോകും തോറും പ്രഷർ കൂടും. വെൻ ദ പ്രഷർ ഇൻക്രീസസ് the more gases get dissolved in their blood. ബ്ലഡിനകത്ത് കൂടുതൽ നൈട്രജനും ഓക്സിജനും ഡിസോൾവ് ചെയ്യും. when they returns to the surface, മുകളിലോട്ട് വരുന്തോറും എന്ത് സംഭവിക്കും? the pressure decreases. when the pressure decreases, the nitrogen gas get released. it form blocks in the blood vessel. ഇത് ബ്ലഡ് വെസലിൽ ഒരു ബ്ലോക്ക് ഉണ്ടാകും. അങ്ങനെ ബ്ലഡിന്റെ പാസേജ് കുറഞ്ഞാൽ ഇറ്റ് കോസസ് എ പെയിൻഫുൾ കണ്ടീഷൻ. പ്രധാനമായിട്ടും നമ്മുടെ ബോഡിയിലെ ജോയിൻസ് ഒക്കെ വളരെ പെയിൻഫുൾ ആയിട്ടൊരു കണ്ടീഷൻ ഉണ്ടാകും. ഇതിനെ വിളിക്കുന്ന പേരാണ് ബെൻഡ് എന്ന് പറയും. അതുകൊണ്ട് ഫോർ അവോയ്ഡിങ് ദിസ് ദേ യൂസ് ഹീലിയം ഡൈലൂട്ടഡ് എയർ. അതുകൊണ്ട് ഇവർ ഹീലിയം ഡൈലൂട്ടഡ് എയറാ കൊണ്ടുപോകുന്നത്. ഈ കൊണ്ടുപോകുന്ന എയറിനകത്ത് ഒരു 11% ഹീലിയവും കൂടെ മിക്സ് ചെയ്യും. ഇറ്റ് അവോയ്ഡ് ദ ടോക്സിക് എഫക്റ്റ് ഓഫ് നൈട്രജൻ. ഈ ബ്ലഡിനകത്ത് കൂടുതൽ നൈട്രജൻ ഡിസോൾവ് ചെയ്യാതെ ആര് പ്രിവെന്റ് ചെയ്യും? ഹീലിയം പ്രിവെന്റ് ചെയ്യും. അതുകൊണ്ടാണ് ഈ ഹീലിയം ഡൈലൂട്ടഡ് എയർ ആണ് അവർ കൊണ്ടുപോകുന്ന എയറിനകത്ത് ഒരു 11% ഹീലിയവും കൂടെ മിക്സ് ചെയ്യും. കാരണം ഈ ഹീലിയം നൈട്രജന്റെ ഡിസോല്യൂഷനെ റെസിസ്റ്റ് ചെയ്യും. കൂടുതൽ നൈട്രജൻ ബ്ലഡിൽ ഡിസോൾവ് ചെയ്യാതെ ഇത് തടയും. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ വൈ ഡസ് ദ ഹീലിയം ഡൈലൂട്ടഡ് എയർ ഈസ് യൂസ്ഡ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ബയോളജിക്കൽ കണ്ടീഷൻ ഓഫ് സ്കൂബ ഡൈവേഴ്സ്, അല്ലെങ്കിൽ ഗിവ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ഹെൻറീസ് ലോ എന്ന് ചോദിച്ചാൽ ഇതും എഴുതാം. ഇപ്പൊ 1 മാർക്കിനൊക്കെ ചോദിച്ചാൽ ഗിവ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ഹെൻറീസ് ലോ, 1 മാർക്കിന് ചോദിച്ചാൽ ബയോളജിക്കൽ കണ്ടീഷൻ ഓഫ് സ്കൂബ ഡൈവേഴ്സ് എന്നൊരു പോയിന്റ് അങ്ങ് എഴുതിയിരിച്ചിരുന്നാൽ മതി. ബയോളജിക്കൽ കണ്ടീഷൻ ഓഫ് സ്കൂബ ഡൈവേഴ്സ് വിശദമായിട്ട് അറിയാമെങ്കിൽ ഇങ്ങനെ എഴുതിയിരുന്നാൽ നല്ലതാണ്. എന്താണ്? when the scuba divers breathe under the water, the more gases get dissolved in the blood due to the high pressure. when they returns to the surface, pressure decreases. the excess nitrogen gas get released. it form blocks in the blood vessel. it causes a painful condition. it is called bend. for avoiding this condition, they use helium diluted air, which prevent the toxic effect of nitrogen. the third application എന്ന് പറയുമ്പോൾ the people living in higher altitude having low concentration of oxygen in the blood due to low pressure. അതാണ് the people living in higher altitude and the mountaineers, അല്ലേ? ഈ പർവ്വതാരോഹകരുണ്ട്, അതുപോലെ ഈ മുകളിലേക്കെയും വളരെ ഉയരങ്ങളിലേക്കും താമസിക്കുന്നവരുണ്ട്. ഹയർ ഓൾട്ടിറ്റ്യൂഡിൽ താമസിക്കുന്നവര് മൗണ്ടനേഴ്സ്. നമുക്കറിയാം അറ്റ്മോസ്ഫിയറിന്റെ മുകളിൽ പ്രഷർ എന്തുവാണ്? കുറവായിരിക്കും. ഈ മൗണ്ടന്റെ മുകളിലൊക്കെ പ്രഷർ കുറവായിരിക്കും. ഈ പ്രഷർ കുറയും തോറും ബ്ലഡിനകത്ത് ഗ്യാസിന്റെ സോലുബിലിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പൊ ആ മുകളിൽ താമസിക്കുന്നവരുടെയൊക്കെ ബ്ലഡിനകത്ത് ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. അതാണ് ഡ്യൂ ടു ദ ലോ പ്രഷർ. ഇങ്ങനെ പ്രഷർ കുറവായതുകൊണ്ട് അവരുടെ ബ്ലഡിനകത്ത് ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. ഇങ്ങനെ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കുറവായാൽ ഇറ്റ് കോസ് ദേ ബിക്കം
മെന്റലി ആൻഡ് ഫിസിക്കലി വീക്ക്. അല്ലേ? ശാരീരികമായും മാനസികമായും അവര് ക്ഷീണിതരായിരിക്കും. കാരണം ഇങ്ങനെ ആവശ്യത്തിന് ഓക്സിജൻ ഇല്ലേ, അവരുടെ ബ്രെയിനൊക്കെ നല്ലോണം വർക്ക് ചെയ്യുമോ? ഇപ്പൊ നമുക്കറിയാം, നല്ല ബ്രെയിനൊക്കെ നല്ലോണം വർക്ക് ചെയ്യണമെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ, അതിനകത്ത് ഓക്സിജന്റെ കോൺസെൻട്രേഷൻ, സെൽ റെസ്പിറേഷനൊക്കെ നല്ലവണ്ണം നടന്നേ പറ്റത്തുള്ളൂ. അതിന് ആവശ്യത്തിന് ഓക്സിജൻ വേണ്ടേ? നല്ലവണ്ണം ഓക്സിജൻ കിട്ടിയേ പറ്റത്തുള്ളൂ. അപ്പോൾ അവരുടെ ബ്ലഡിനകത്ത് ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കുറവായാൽ അവരുടെ മെറ്റബോളിക് ആക്ടിവിറ്റി ഒന്നും നല്ലോണം നടക്കത്തില്ല. അങ്ങനെ മെന്റലായിട്ടും ഫിസിക്കലായിട്ടും വളരെ വീക്കാകും. ഈ കണ്ടീഷനെ നമ്മളൊരു പേര് വിളിയും അനോക്സിയ എന്നാണ് വിളിക്കുന്നത്. അനോക്സിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് ഇതിനെ പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് അനോക്സിയ എന്ന് പറയും. അനോക്സിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. അനോക്സിയ എന്ന് പറയുന്ന കണ്ടീഷൻ അതാണ് പീപ്പിൾ ലിവിങ് ഇൻ ഹയർ ഓൾട്ടിറ്റ്യൂഡ് ഹാസ് ലോ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഇൻ ബ്ലഡ് ഡ്യൂ ടു ദ ലോ പ്രഷർ. അതാണ് ഈ പർവ്വതങ്ങളുടെ മുകളിലേക്ക് താമസിക്കുന്നവര്, പർവ്വതാരോഹകർ, അവരുടെയൊക്കെ ബ്ലഡിനകത്ത് ഓക്സിജന്റെ കോൺസെൻട്രേഷൻ വളരെ ലോ ആയിരിക്കും. കാരണം അവിടെ പ്രഷറും ലോ ആണ്. അപ്പോൾ അവർ മെന്റലായിട്ടും ഫിസിക്കലായിട്ടും വീക്കാകും. ഈ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് അനോക്സിയ എന്ന് പറയും. ഇതാണ് ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. സാധാരണ എപ്പോഴും ചോദിക്കുന്നതാണ് ഹെൻറീസ് ലോ. അതിന്റെ 1-2 ആപ്ലിക്കേഷൻ എഴുതാൻ ചോദിക്കും. ഒരു ആപ്ലിക്കേഷനൊക്കെ എഴുതാൻ ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് ഇത് എഴുതിയാൽ മതി. എന്താ? പീപ്പിൾ ലിവിങ് the soda water bottles are sealed under high pressure for increasing the solubility of carbon dioxide. Second ചോദിച്ചാൽ when scuba divers breathe under the water, the more gases get dissolved in the blood due to the high pressure. When they reaches to surface, pressure decreases and the excess nitrogen get released. It form blocks in the blood vessel, which causes a condition called bend. For avoiding this, they use helium diluted air. Third, this people living in higher altitude has low concentration of oxygen in the blood due to low pressure. It causes a condition called anoxia. ഇതാണ് നമ്മൾ ഈ പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ. ഈ ഹെൻറീസ് ലോയും അതിൻ്റെ ആപ്ലിക്കേഷനുമാണ്. നമുക്ക് ഈ പോർഷൻ ഇവിടെ വെച്ച് കൺക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കി പോർഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.